ഒരുപാട് വീഡിയോസൊക്കെ കണ്ട് ഊട്ടിയിലെ തണുപ്പ് ആസ്വദിക്കാൻ വേണ്ടിയുള്ളൊരു പുറപ്പാടാണിത് കേട്ടോ. കുടുംബസമേതം നമ്മൾ അതിന് വേണ്ടി പുറപ്പെട്ടിട്ടാണുള്ളത്. നമ്മൾ ഊട്ടിയിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ വീട്ടിൽ നിന്ന് രാത്രി ഒരു 2 മണി 2:30 സമയത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ദെൻ ഒരു 5:30 ആയപ്പോൾ നമ്മൾ ഗൂഡല്ലൂർ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വളരെ പതിയായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സീന് കണ്ടു ഗൈസ്, പുലർച്ചെയുള്ളൊരു സീനാണ്. ഇങ്ങനെ മഞ്ഞിങ്ങനെ മൂടി കിടക്കണ പോലെ, മേഘം താഴേക്ക് വന്ന പോലെ ഉണ്ടായിരുന്നു. ദെൻ ഇങ്ങനെ നേരം വെളുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല വ്യൂ, നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ ഒരു ടൈമിലുണ്ടായിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കരുതി നമ്മൾ കണ്ട പോലെയുള്ള ക്ലൈമറ്റ് നമുക്കിതാ കിട്ടാൻ പോണു എന്ന് കരുതി കേട്ടോ. പക്ഷേ അട്ടർ ഫ്ലോപ്പായിരുന്നു ഗൈസ്. ചൂട് വെച്ച് തുടങ്ങിയപ്പോൾ ഒരു രക്ഷയില്ലാത്ത ചൂടായിരുന്നു. നമുക്ക് ക്ലൈമറ്റ് കിട്ടിയേ ഉണ്ടായില്ല. ആൻഡ് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളും ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. വീക്കെൻഡ് തിരക്കായതുകൊണ്ട് തന്നെ അധിക സ്ഥലങ്ങളൊന്നും നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത് ഈ ഇപ്പോൾ റീലിലൊക്കെ ഫേമസ് ആയി നിൽക്കുന്ന ഒരു സ്പോട്ട് ഉണ്ടല്ലോ, ഹങ്കർ ഫോർട്ട്. അവിടെയാണ് നമ്മൾ ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ നേരത്തെ അവിടെ എത്തിയതുകൊണ്ട് തന്നെ അവിടെ ഒന്നും ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. സോ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്ത് നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു, വീഡിയോസൊക്കെ. തിരിച്ച് വരുമ്പോൾ കയറാമെന്നാണ് കരുതിയത്. യൂഷ്വലി ഉള്ള സ്പോട്ടിൽ നിന്നൊക്കെ മാറി ഇതുവരെ പോവാത്ത സ്പോട്ടുകളിൽ പോകാമെന്നാണ് നമ്മൾ ഡിസിഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് പൈൻ ഫോറസ്റ്റിലായിരുന്നു. അവിടെ നിന്ന് നമുക്ക് കുഴപ്പമില്ലാത്ത ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ കിട്ടി. കുറേ ടൈം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനുള്ള പുറപ്പാടിൽ അവിടെ നിന്ന് ഇറങ്ങി. ഫുഡ് കഴിച്ച് റിട്ടേൺ വരുമ്പോൾ ഈ ഹങ്കർ ഫോർട്ടും ഇവിടെയൊക്കെ ഒന്നുകൂടെ വിസിറ്റ് ചെയ്യാം എന്നൊരു പ്ലാന് നമ്മളിലുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു പ്ലാനിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും തിരക്കും കൂടി ചൂടും കൂടാൻ തുടങ്ങി. നല്ല ചൂടായിരുന്നു. നമ്മൾ നല്ല തണുപ്പും കോട മൂടി കിടക്കുന്നതൊക്കെ പ്രതീക്ഷിച്ചാണ് പോയത്. പിന്നെ നമ്മൾ നേരെ ക്യാരറ്റ് ഫാക്ടറി, നമ്മൾ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അവിടെ പോയി വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ നമ്മൾ കാണാത്ത പ്ലേസസ് ആണ്. ബാക്കിയൊക്കെ മുന്നേ നമ്മൾ ഊട്ടി പോയപ്പോൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലൗഡേലിൽ പോയി. അവിടെയൊന്നും നമുക്ക് വല്ലാണ്ട് അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, അത്രയ്ക്ക് വെയിലായിരുന്നു. സോ ആ ഒരു വൈബ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നല്ല കുറച്ച് ഫ്രഷ് വെജിറ്റബിൾസ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു, ഇങ്ങനെ കൂട്ടി വെച്ചേക്കുന്നത് കാണാൻ. സോ നമ്മൾ കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് വഴി ചെറുങ്ങനെ നമുക്കൊന്ന് തെറ്റിയിട്ട് കുറച്ച് നേരം നമ്മളൊന്ന് അലഞ്ഞു. വഴി തെറ്റിയെങ്കിലും നമ്മൾ ഊട്ടിയിലെ ചില ഉൾഗ്രാമങ്ങളിലൂടെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഇടുങ്ങിയ വഴിയൊക്കെ ആയിട്ട് നല്ലൊരു വ്യൂ തന്നെയായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കണ്ടില്ലേ, ഇതായിരുന്നു ഊട്ടിയിലുണ്ടായിരുന്ന ബ്ലോക്ക്. പിന്നെ ചൂട് കാരണം നമ്മൾ നാട് പിടിക്കാമെന്ന് കരുതിയിട്ട് തിരിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഗൈസ് ക്ലൈമറ്റ് മാറാൻ തുടങ്ങി. നമ്മൾ എന്ത് എക്സ്പെക്റ്റ് ചെയ്ത് വന്നോ അത് നമുക്ക് കിട്ടിയത് തിരിച്ചിറങ്ങുന്ന വഴിക്കാണ് കേട്ടോ. അപ്പം നിർത്തി നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഇങ്ങനെ പതിയെ ചുരമൊക്കെ ഇറങ്ങി നമ്മൾ നാട് പിടിച്ചു. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ പിന്നെ ഊട്ടിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഐറ്റംസാണ് ഇതാ ഈ കാണുന്നത്. നല്ല ഫ്രഷ് ക്യാരറ്റും ബീട്രൂട്ടൊക്കെ. ക്യാരറ്റൊക്കെ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.